ചെക്കിൻ റൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേഘാലയയിലെ മൈറാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മൈറാങ്ങിൽ ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ വേറൊരു സുഹൃത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി എത്തിയിട്ടുണ്ട്. ഷില്ലോങ്ങിൽ കറങ്ങാൻ വേണ്ടി വന്നതാണ്. മേഘാലയയിലെ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ നമ്മൾ മുമ്പേ പരിചയമുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, എൻ്റെ കൂട്ടാൻ്റെ വീട്ടിലോട്ട് വിളിച്ചു. കണ്ടില്ലേ, ഇത് നമ്മൾ ഷില്ലോങ്ങിൽ നിന്ന് നമ്മൾ റെൻറ്റിലെടുത്താണ്. ഞാനെടുത്തതല്ല, നമ്മുടെ ബ്രോ എടുത്തതാണ് കേട്ടോ. ബ്രോൻ്റെ പേര് റമീസ് എന്നാണ്. അപ്പോൾ ബ്രോ എടുത്ത സ്കൂട്ടറാണ്. ഇതിന് 600 രൂപ ഏകദേശം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ മേഘാലയയിൽ ഇങ്ങനെ റെൻറ്റിലെടുത്ത് കറങ്ങാൻ വരുന്നവരൊക്കെ ഗുവാഹട്ടിയിൽ നിന്ന് എടുക്കുന്നതാണ് ബെറ്റർ. കാരണം ഗുവാഹട്ടിയിൽ നിന്ന് 400-450 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ബാർഗെയിൻ ചെയ്താൽ എന്തായാലും 400 രൂപയ്ക്കൊക്കെ സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഷില്ലോങ്ങിൽ മേഘാലയയിൽ ചെറാപ്പുഞ്ചി സൊഹറയിലൊക്കെ വന്ന് എടുക്കുകയാണെങ്കിൽ പിന്നീട് വില കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവർ നേരെ നമ്മുടെ ഗുവാഹട്ടിയിൽ നിന്ന് മാത്രം എടുത്തിട്ട് വരിക കേട്ടോ, ബൈക്ക് റെൻറ്റിൽ എടുക്കുന്നെങ്കിൽ. അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ ബ്രോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ്, നമ്മുടെ റമീസ് ബ്രോ ഫ്രം എറണാകുളമാണ് കേട്ടോ. അപ്പോൾ റമീസ് ബ്രോ പോവാ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വില്ലേജ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ വണ്ടിയിലോട്ട് കയറട്ടെ. നമ്മളൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഫാമിലി ടൂറാണ് പോകാൻ വേണ്ടി പോകുന്നത്. ആൻറ്റി ഹായ്. ഇത് നമ്മുടെ കീരി ബ്രോ. ബംഗർ ഷോ യു ഹെയർ സ്റ്റൈൽ. ബംഗറിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ? ബംഗറിന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. ഇപ്പൊ ഫുള്ള് നാണമാണ് കേട്ടോ. ഇവക്ക് ഫുള്ള് നാണോ. അപ്പൊ നമ്മള് ഇപ്പൊ പോവാൻ വേണ്ടി പോകുന്നത് കുദോയ് ഫാൾസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാളിലാണ്. ഇവിടെ മൈറാങ്ങിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് കുദോയ് ഫാൾസ്. അതായത് ഭയങ്കര വലിയ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റുകൾ, ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ വെറും മൈറാങ്ങിലെ ആളുകളൊക്കെയാണ് കൂടുതൽ പോകുന്നത്. അല്ലെങ്കിൽ ഷില്ലോങ്ങിൽ നിന്നൊക്കെ കുറച്ച് പേര് വരാറുണ്ട്. ഷില്ലോങ്ങിലുള്ള ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ കൂടുതൽ പോകുന്നത് നമ്മുടെ സോറ ഭാഗത്തോട്ടൊക്കെയാണ്. അപ്പം ഇവിടെ അങ്ങനെ ആരും വരാറില്ല. ഇത് ടൂറിസ്റ്റിക് പ്ലേസ് ഒന്നും അല്ല മൈറാങ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് മൈറാങ് ടൗണിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് മൈറാങ് ടൗൺ. ഇന്ന് ഞായറാഴ്ച മാത്രമായതുകൊണ്ടാണ് തിരക്കില്ലാത്ത. ഇത് നമ്മുടെ ബ്രോയാണ് കേട്ടോ, ആൻറ്റിയുടെ വേറൊരു മകനാണ്. ഹായ് ബ്രോ. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇല്ല കേട്ടോ, ഗുജറാത്തിലാണ്, ഇപ്പോൾ കോളേജിലാണ്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണിത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയില്ലായിരിക്കും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മാത്രമേ അറിയാവൂ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണെന്ന്. അപ്പോൾ ഇത് കണ്ടില്ലേ, അവരുടെ കുടുംബം ഇവിടെയാണ് കേട്ടോ. സാധാരണ ഉള്ള ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടിയൊന്നും നിർത്തിയിടാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കാവാറാണ് പതിവ്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് തിരക്കൊന്നും ഇല്ലാത്തത്. എന്നിട്ടും തോണ്ടേ അവിടെ നമുക്ക് 2-3 കുറച്ച് വണ്ടികൾ തോണ്ടേ അവിടെ തിരക്കായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം കേട്ടോ. നല്ല തിരക്കായിട്ടുള്ള ഒരു ചന്തയാണ്. ഇതാണ് നമ്മുടെ മൈറാങ് ടൗണിൻ്റെ മെയിൻ സെൻറ്റർ. ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ധാരാളം ഷോപ്പുകളും എല്ലാം ഉണ്ട്. ഇവിടെ വഴി ഫുള്ള് ഇപ്പോൾ പുതുതായിട്ട് പണിയുന്നതുകൊണ്ട് ഫുള്ള് ചല്ലിയും കയറുവാണ് കേട്ടോ. നമ്മുടെ വണ്ടി പോകുന്നില്ല. അതാ കണ്ടില്ലേ, ഇവിടെ പുറത്ത് മുഴുവൻ നല്ല ചല്ലിയിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടി പോകാനായിട്ട് നല്ല പാടുണ്ട്. നമ്മളിപ്പോൾ കുദായ് ഫാൾസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുദായ് ഫാൾസ് ഏകദേശം ഇനി ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ 2-3 വില്ലേജ് താണ്ടിയാണ് വന്നത് കേട്ടോ. നമ്മുടെ കാസിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വില്ലേജസ് ആണ്. ഇതുവഴി ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറേ ബൈക്കേഴ്സ്, ഷില്ലോങ്ങിൽ നിന്നുള്ള ബൈക്കേഴ്സ് കുറേ പേര് പോയി കേട്ടോ. ബൈ. കണ്ടില്ലേ, ഇത് ഫുള്ള് നമ്മുടെ ഇവരുടെ മേഘാലയൻ വീടുകളാണ്. കണ്ടില്ലേ, ഈ ഒരു ചെറിയ വീടുകളാണെങ്കിലും ഇവിടുത്തെ വീടുകൾ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. ഇവിടെ ദാണ്ട് എന്തോ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വിടൂലേ. അവിടെ കുറേ ആളുകൾ ഇതുകൊണ്ട് മോളിൽ നിന്ന് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ചോദിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, എന്ത് കയറ്റാത്തതെന്ന്. അതാ കണ്ടില്ലേ, നമ്മുടെ വണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, എന്താണെന്ന് അറിയില്ല. അവിടെ മുകളിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ലോക്ക് ചെയ്തിട്ടേക്കാം. Sunday close. Sunday close. Okay. ഞായറാഴ്ച ക്ലോസ് ആണ് കേട്ടോ. മേഘാലയയിലെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഞായറാഴ്ച ക്ലോസ് ആണ്. ഇത് നമുക്ക് നടന്നു പോകേണ്ടി വരും. ഇങ്ങനെ പല സ്ഥലങ്ങളും അങ്ങനെയാണ് കേട്ടോ. അവർ ക്ലോസ് എന്ന് പറയും, നമുക്ക് നമ്മുടെ സ്വയമേ നടന്നു പോകാം. അപ്പോൾ ഞായറാഴ്ച എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ.
നമ്മുടെ വണ്ടി താണ്ടെ കുറച്ച് ബാക്കിലോട്ട് എടുത്തിടണം കേട്ടോ. വണ്ടി അവിടെ ഒതുക്കിയിട്ട് നടന്നു പോകണം. ഇനി നല്ല നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഇനി എനിക്ക് 1.5 കിലോമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോകണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബങ്കർ ഷോയോ ഹെയർ. നമ്മുടെ ബങ്കറിൻ്റെ ഫ്രീക്ക് ഉണ്ടോ, തലയിലായി കിളിപ്പച്ച കളറൊക്കെ അടിച്ച് ഫ്രീക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അതിലേക്കൂടെ നടന്നു പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇവരെല്ലാം താണ്ടെ തുണിയെല്ലാം കഴുകി വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇവർ പണിക്കൊന്നും പോവാതെ ഇങ്ങനെ കൂട്ടം കൂടി അവിടെയൊക്കെ ഇരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ്. ഇവിടെ വേറൊരാളുകളുണ്ട്. ബ്രോ ഹായ്, വാട്ട്സ് യുവർ നെയിം? കീർത്തൻ ബബാൻ. ഇവിടെ കണ്ടില്ലേ താണ്ടെ ഹായ് ഹായ് ഹായ്. കീർത്തൻ കുംനോ കീർത്തൻ കുംനോ. അപ്പോൾ താണ്ടെ വായിൽ കമ്പ് മുട്ടായിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി പോവാണ്. നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ അതിനു മുമ്പ് വേറൊരാളെ പരിചയപ്പെടുത്തി തന്നില്ല. ബങ്കർ കം. ഇതാണ് കേട്ടോ നമ്മുടെ ബങ്കർ. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ്. അവൻ ഡോറ് തുറക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ബങ്കർ ഹെയർ തോ പൂരാ വേൾഡ് ഫേമസ്. ഇവിടെ ബങ്കറിന്റെ മുടി കണ്ടോണ്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അവർ ഫുള്ള് ബങ്കറിനെ കളിയാക്കുവാണ്. നമുക്ക് ഇനിതോ ഈ ഒരു മല കയറി ഇറങ്ങി പോകണം. പിന്നെ അവിടെ പാർക്കിംഗ് ലോട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ വാട്ടർഫാൾ എത്തും. കണ്ടില്ലേ ഇവിടെ കൃഷിയിടങ്ങളാണ് കേട്ടോ. അവർ കൃഷിയാക്കി അവിടെ പാഡി ഫീൽഡാണ്, ചെറിയ പാഡി ഫീൽഡാണ്. പാഡി ഫീൽഡ്സൊക്കെ നമുക്ക് വളരെ കുറവ് മാത്രമേ മേഘാലയയിൽ കാണൂ കേട്ടോ. കൾട്ടിവേഷൻസൊക്കെ വളരെ കുറവാണ് മേഘാലയയിൽ. നമ്മൾ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതുവരെയായിട്ടും എത്തിയില്ല. നല്ല ദൂരമുണ്ട് കേട്ടോ നമ്മുടെ കുതോയ് ഫോൾസ് പോകാനായിട്ട്. നമ്മുടെ ആ ഒരു റെഡ് ബിൽഡിംഗ് അവിടെ കാണുന്നില്ലേ, ആ ഒരു റെഡ് ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഇതൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വേണം നമുക്കിത് താഴോട്ട് നടന്നു പോകാൻ. ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്കൊന്ന് കുറേ ആളുകൾ താഴോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ലോക്കൽസ് തന്നെ കുറേ പേര് അങ്ങോട്ട് തൊണ്ട് വാട്ടർഫാളിലോട്ട് നടന്നും മറ്റൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് ആ മല ഇറങ്ങിയാണ് നമ്മുടെ വാട്ടർഫാളിലോട്ട് പോകാനുള്ളത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ നമ്മൾ വന്നപ്പോൾ ഒരു ഡൈവേർഷൻ എത്തിയിട്ടുണ്ട്. ഒന്ന് കുതോയ് ഫോൾസ്, ഒന്ന് കോഹ്മാങ് ഫോൾസ് എന്ന് പറയുന്നത്. കോഹ്മാങ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഈ റൂട്ടാണ് പോകേണ്ടത്. നമ്മുടെ കുതോയ് ഫോൾസ് പോകേണ്ടത് നമ്മുടെ ആ റൂട്ടിലോട്ടാണ് കേട്ടോ. നമ്മൾ കുതോയ് ഫോൾസിന് മുമ്പ് പോയതാണ്. ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡ് ഞാൻ കുതോയ് ഫോൾസിൽ ചെയ്തായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും അന്ന് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ പഴയ വീഡിയോസ് പോയി ചെക്ക് ചെയ്തായിരുന്നു, എൻ്റെ ആദ്യത്തേക്ക് വീഡിയോസ്. അപ്പോൾ അതിൽ ഞാൻ കുതോയ് ഫോൾസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പിക്നിക്ക് പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി പോയി നമ്മൾ ഫാമിലി പിക്നിക്കായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇനി കുതോയ് ഫോൾസിലോട്ട് നടന്നു പോവാണ് കേട്ടോ. ഇനി നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടോ. അവിടെ ആ ഒരു ബാരിക്കേഡ് വെച്ച് കെട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങറ്റം വരെ വണ്ടിയിൽ പോകായിരുന്നു. എന്നിട്ട് നമുക്ക് ബാക്കി നടന്നാൽ മതിയായിരുന്നു. ഇവിടെ കണ്ടില്ലേ താഴെ വരുമ്പോൾ ഒരു കടയൊക്കെ ചെറുതായിട്ട് ഒരു സ്ത്രീ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളവും ചെറിയ നമ്മുടെ പാക്കറ്റായിട്ടുള്ള ചിപ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. ഇവിടെ വേണ്ട ഒരു കല്ല് കാണുന്നില്ലേ, അത് മേഘാലയയിലെ പല സ്ഥലങ്ങളിലും കാണാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വളരുന്ന കല്ല് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെയും അതുപോലെ തന്നെ കാണാം കേട്ടോ. കാണുന്നതാണ് കേട്ടോ നമ്മുടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ. ഇവിടെ കുതോയ് ഫോൾസ് ഇഷ്യൂഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ഓഫീസ് ഓഫ് ദ സൂപ്രണ്ട് എഞ്ചിനീയർ. അങ്ങനെ ആര് കാരണമാണ് ഇത്? പബ്ലിക് ഇൻട്രസ്റ്റ് കാരണമാണ് ഈ ഒരു കുതോയ് ഫോൾസ് ഇവരിങ്ങനെയൊക്കെ പണിത് കേട്ടോ. ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി എടുക്കാനുള്ള ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് താണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പണിയുന്നത്. ഇത് വ്യൂ പോയിൻ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇവർ പണിയുവാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് താഴെ അറ്റം വരെ നമ്മുടെ ഫോൾസ് പോകുന്ന അവിടം വരെ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റോളം നടന്നിട്ട് വേണം നമുക്ക് താഴെ ഫോൾസിലെത്താനായിട്ട് കേട്ടോ. അവിടെ നിന്ന് വരുന്ന ആ ഒരു പുഴയുടെ ഭാഗമാണ് നമ്മുടെ ഫോൾസായിട്ട് അങ്ങ് എത്തുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കണ്ടില്ല ഇപ്പോൾ സോളാർ പാനലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റ് വെട്ടം കിട്ടാനായിട്ട് വഴിയിൽ രാത്രിയൊക്കെ വെട്ടം കിട്ടാനായിട്ട് സോളാർ പാനലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി കാല് നല്ലപോലെ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങാനും അടിച്ച് ആൻറ്റി തണ്ടേ ഫുള്ള് തണ്ടേ ഇതിലേ കൂടെയാണ് ഈ ഒരു വഴി പിടിച്ച് വന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ കാണാം. നമുക്ക് ഈ ഒരു ടൈം ആയതുകൊണ്ട് അത്രയ്ക്ക് വെള്ളമില്ല, ധാരാളം നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല. കണ്ടില്ലേ അവിടെ നിന്നാണ് നമ്മുടെ പുഴ ഒഴുകി വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇറങ്ങിയാണ് അതുകൊണ്ട് ആ മലയുടെ ഓപ്പോസിറ്റിലൂടെയാണ്, അതുകൊണ്ട് അങ്ങാണ് നമ്മൾ പോവേണ്ടത് കേട്ടോ. നമുക്ക് ഇനിയും കുറേ തന്നെ ഇറങ്ങാൻ വേണ്ടിയുണ്ട് കേട്ടോ.
ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഡയറക്ഷൻ ഉണ്ട്. ഞാൻ മുമ്പ് വന്നത് താഴെക്കൂടെയാണ് കേട്ടോ, താഴെക്കൂടെയാണ് പോയത്. ഇത് പുതിയ വഴി അവരുണ്ടാക്കിയതാണ്. മുമ്പ് വഴി ഉണ്ടായിരുന്നു, പക്ഷേ മുഴുവൻ വഴി അവരുണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ താഴെ അങ്ങ് കുത്തനെ ഇറങ്ങി പോകണം. ഇത് കുറച്ച് മുകളിൽ പോയിട്ട് അവിടെ എന്തോ ഒരു പാലം ഉണ്ടെന്നാണ് ആൻറ്റി പറഞ്ഞത് കേട്ടോ. പാവം ആൻറ്റി താണ്ട് ഇവിടെ തగ్గയാ. ആൻറ്റി തగ్గയാ? ബങ്കർ തగ్గയാ? ടയേർഡ്? കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് ഇറങ്ങുകയാണ്. ഇത് അവിടെ കണ്ടില്ലേ, നമുക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു സിറ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോഴായിട്ട് വന്നതാണ്. ഇത്രയും നാൾ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോഴായിട്ട് വന്നതാണ്. ഞാനൊരു 10 മാസം മുന്നേ ഒക്കെ വന്ന സമയത്ത് ആ ഒരു നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കണ്ടില്ലേ ഇവിടെ നിന്നുള്ളതാണ്ടേ ഫുൾ വ്യൂ. ഇവിടെയും താണ്ടെ 2 പയ്യന്മാർ ആ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന ആളുകൾ ഫുള്ള് ഇവിടെ ചപ്പുചോറ് ഫുള്ള് വേസ്റ്റാക്കി ഇടുക. പിന്നെ പാക്കം പറ്റിയും ചവച്ചിട്ട് ഇവിടെ ഫുള്ള് തുപ്പിയിട്ടേക്കുമാണ് കേട്ടോ. ആ കാണുന്ന സ്ഥലത്താണ് ഒരു ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പാലമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ലോക്കൽ ആളുകൾ തന്നെയാണ്. ഞായറാഴ്ച കണ്ട് പയ്യന്മാർ സെറ്റ്, പിന്നെ ഗേൾസ് ഗ്യാങ്, ഫാമിലി ആയിട്ട് വരുന്നവർ. അവിടേക്ക് അതുകൊണ്ട് ആ മലയുടെ മുകളിലൊക്കെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ താഴെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നമ്മളെ പുഴ ഒഴുകുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ഫോൾസ് പോലുള്ള ഒരു ഇത് കാണാം കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് താഴെ പോയിട്ട് വേണം നമ്മുടെ മറ്റേ ഫോൾസ് പോകാൻ. എനിക്ക് തോന്നുന്നു അതിലേക്കൂടെ കയറി പോയിട്ട് വേറൊരു വഴിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഫോൾസിൻ്റെ ഏറ്റവും ബോട്ടെത്താനായിട്ട്. ഇത് നമ്മുടെ പാലത്തിൽ വരാനുള്ള ഒരു മെയിൻ വഴിയാണ് ഈ കാണുന്നത് കേട്ടില്ലേ. കണ്ടില്ലേ, ഈ കാണുന്നതാണ് പാലം. കണ്ടാലേ അറിയാം. കണ്ടില്ലേ, പുതുതായിട്ട് കെട്ടിയതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കമേഴ്സാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് നമ്മളായിരിക്കും. അത് പറയാൻ പറ്റില്ല, മലയാളീസ് ഈസ് എവരിവെയർ എന്നാലും തോന്നുന്നു അല്ലേ. ഞാനിത് എൻ്റെ 2ാമത്തെ തവണയാണ് ഇവിടെ. അന്ന് വന്നപ്പോൾ ഈ പാലമൊന്നും ഇല്ലായിരുന്നു. ഇത് പുതുതായിട്ട് കെട്ടിയതാണ്. കണ്ടില്ല, അടിയിൽ നെറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിടിച്ച് പോകണം. ഇത് കൊള്ളാമല്ലോ, നല്ല കൊള്ളാം കേട്ടോ. നല്ല കുലുക്കമുണ്ട് കേട്ടോ സംഭവം. എൻ്റെ ഗോപ്രോ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ ഇവ മേടിച്ചു കേട്ടോ. ഇവിടെ കുലുക്കിക്കോ. इवा क्या हो गया? इवा ഇവതാണ് ഇവിടെ പേടിച്ചിരിക്കുവാണ് കേട്ടോ. നമ്മളിവിടെ കുലുക്കുവാണ് കേട്ടില്ലേ. ഓക്കെ, നമ്മുടെ പാലം കിടന്ന് കുലുക്കുന്ന കണ്ടില്ലേ. അവിടെ എല്ലാരും ടാക്കുവാ കേട്ടോ. അവിടെയൊക്കെ പയ്യന്മാര് ടാക്കുവാ. എന്റെ പാലത്തിന് കുലുക്ക ഇതാണ്ടില്ലേ. താഴെ പാറക്കല്ലിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോൾസ് എന്ന് പറയുന്നത് അങ്ങായിട്ടാണ് കേട്ടോ വരുന്നത്. അല്ല സോറി, ഇതാണ്ടേ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെയാണ് കേട്ടോ വീഴുന്നത്. അത് നടന്ന് നമ്മൾ ഇതിലേക്കൂടെ വരണം. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് താഴോട്ട് നമ്മളെ വെള്ളം വീഴുന്നത്, ഫോൾസ് കേട്ടോ. അവിടെ ധാരാളം ആളുകൾ താഴെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേര് ഫോൾസിൻ്റെ മുകളിൽ നിന്ന് ആ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ആൻറ്റി ഇതാ പിടിച്ച് വരുവാണ്. കൈസായേ ആൻറ്റി പാവം പിടിച്ച് വരുന്നു കേട്ടോ. ആൻറ്റി എല്ലാവരെയും ബ്ലോക്ക് ആക്കുക, നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇത് ചരിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അപ്പുറം പോകില്ല. പക്ഷെ മൊബൈലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ പൊത്തിൻ്റെ ഉള്ളിലൂടെ പോകും. നമ്മൾ ബ്രിഡ്ജിൻ്റെ സാഹസിക കഴിഞ്ഞതാണ്ട് ബ്രിഡ്ജിൽ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര ഡിസി ഫീൽ ചെയ്യുന്നത്. നല്ല തലകറക്കമുണ്ട് കേട്ടോ. വരുന്ന ആൾക്കാർ ഫുള്ള് ഇത് ചാടി, എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ഇത് പൊളിഞ്ഞു പോകുന്നു തോന്നുന്നു കേട്ടോ. നല്ലപോലെ ചാടിയ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ, 1 മാസത്തിനുള്ളിൽ തന്നെ പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടില്ലേ. ചെറിയ കുട്ടികളൊക്കെ വന്ന് ഫുള്ള് ചാട്ടവും ഓട്ടമാണ് കേട്ടോ. അവിടെ നോക്കിയ പയ്യന്മാർ ഇവർ ചാടി തൊലയ്ക്കുവാണ് കേട്ടോ. കുറേ പയ്യന്മാർ കയറിയിട്ട് കണ്ടില്ലേ. കുറേ പേര് അവിടെ നിന്ന് ഓടുകയൊക്കെ ചെയ്യണം. അയ്യോ, എനിക്ക് അതിൻ്റെ മോളിൽ കയറിയിട്ട് തല വയറൊക്കെ എന്തോ പോലെ കേട്ടോ. ഇവിടുത്തെ സ്റ്റെപ്പൊന്നും ഇല്ല. ഇവിടെ നമുക്ക് സൂക്ഷിച്ച് കാല് വെച്ച് പോകണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ പണി. നമ്മളിനി തിരിച്ച് മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. മുകളിൽ നമ്മുടെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ തിരിച്ച് താഴെ വാട്ടർഫാളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ചലോ ആൻറ്റി, നമ്മളിനി താഴോട്ട് പോവാണ് കേട്ടോ. താഴോട്ട് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. ഇനി നല്ല ഇറക്കം ഇറങ്ങണം കേട്ടോ. ഇറക്കം ഇറങ്ങിയിട്ട് അത് തിരിച്ച് കയറുകയും വേണം. അതാണ് വേറൊരു കാര്യം. കണ്ടില്ലേ, ഈ ഒരു വഴിയാണ് നമുക്ക് തിരിച്ച് നമ്മുടെ
മുകളിലോട്ട് പോകാനായിട്ടുള്ള വേറൊരു വഴി കേട്ടോ. നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങിയതുകൊണ്ട് ആ കാണുന്ന വഴി കൂടെ വേണം ഇറങ്ങി നമുക്ക് താഴോട്ട് പോകാനായിട്ട്. നേരത്തെ പോയ ബ്രിഡ്ജൊക്കെ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബ്രിഡ്ജൊക്കെ. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി താഴോട്ട് വന്നത്. ബ്രോ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണോ? ആ എനിക്ക് ഇത് വേണ്ട ഇവർ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഇവർ മെയിൻ ആക്കാൻ വേണ്ടിയുള്ള പ്ലാൻ. അതുകൊണ്ടാണ് കണ്ടില്ല ഇവിടെയും ഇത് കെട്ടിയിട്ടുണ്ട്. വാട്ടർഫോൾ നല്ലതാണല്ലേ? അത്യാവശ്യം നല്ലൊരു വാട്ടർഫോളാണ്. പക്ഷേ ആളുകളൊന്നും അധികം വരാറില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അവർ ഇത്രയ്ക്കും നല്ല ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ കുതോയ് ഫോൾസ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ കുതോയ് ഫോൾസിലോട്ടും ഇനി വരിക. മേഘാലയയിലെ മൈറാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ കുതോയ് ഫോൾസ്. ഈ മൈറാങ്ങിൽ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, ടൂറിസ്റ്റുകളൊന്നും വരാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആ ഒരു കാസി, യഥാർത്ഥ പ്യുവർ കാസി ട്രൈബാണ് കേട്ടോ ഇവിടെ ലീവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് വരിക. അപ്പോൾ ഇവിടെയും നമ്മുടെ കേരളം പോലെ ആക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് മലയാളികൾ ഇവിടെ വരുമെന്നൊന്ന് പ്രൊമോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ വരുന്ന വഴിയിൽ ഇവിടെ ഫുള്ള് അടിയിളക്കുവാണ് കേട്ടോ. എനിക്കൊന്ന് ഇവർ വെള്ളം അടിച്ചിട്ട് ഇവിടെ കിടന്ന് അടിയൂർന്നാണ് കേട്ടോ. ഫുള്ള് കച്ചറ ഉണ്ടാക്കി ഇതാണ്ടില്ല ഇവിടെ വഴി ഫുള്ള് ഇങ്ങനെ അടിയോടിക്കൊണ്ടിരിക്കുക. ഒരുത്ത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുതോയ് ഫോൾസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുതോയ് ഫോൾസ്. അതാണ് നമ്മുടെ അടിപൊളി കുതോയ് ഫോൾസ്. ഞാൻ മുമ്പ് വന്നതിനെ കാട്ടി വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പ് ഞാനൊരു ഏകദേശം ഒരു 10 മാസം മുന്നെയാണ് കേട്ടോ വന്നത്. ഇതിലേക്കൂടെ നമുക്ക് താഴെ ഇറങ്ങി നടന്ന് നമ്മുടെ ഫോൾസിലോട്ട് പോവാം. ഇതിലേക്കൂടെയാണ് നമുക്ക് വരുത്തുന്നതാണ്ട് താഴെ കുഴിയിലൊക്കെ വേണമല്ലോ. ഇവിടെ ഫുൾ അടിയാണല്ലോ ബ്രോ. നമുക്ക് ആ ഭാഗത്തോട്ടാണ് കേട്ടോ നമുക്ക് നടന്നു പോകേണ്ടത്. അവിടെ ഭയങ്കര അടിയാണ് കേട്ടോ. എൻ്റെ പുറകെ അവിടെ തൊട്ടേ അമ്മമാരെ അടുത്ത് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ എടുത്തിട്ട് തല്ലുന്നു കേട്ടോ. ഭയങ്കര അടി. എങ്ങനെയുണ്ട് അടി? ഭയങ്കര അടി കേട്ടോ അവിടെ. ഇതാ കാണുന്ന നമ്മുടെ കുതോയ് ഫോൾസ് ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അതാണ്ടില്ലേ അടിപൊളി കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ പാലം കടന്നിട്ട് നമ്മൾ വന്നത് കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് താഴെ ഇറങ്ങിയാണ് വന്നത്. മറ്റേ ആളുകൾ ഇതുവരെയായിട്ടും അടി തീർന്നില്ല കേട്ടോ. ഭയങ്കര അടി കേട്ടോ. ഇവിടെ കണ്ടില്ലേ ആളുകൾ ഫുള്ള് കുടിച്ചിട്ട് മദ്യത്തിൻ്റെയും ബിയർ ബോട്ടിൽസിൻ്റെയൊക്കെ വേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഇടുവാണ് കേട്ടോ. ഇവർ ഒരു പിക്നിക് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഒരു കേസ് ബിയറും അല്ലെങ്കിൽ മദ്യവും കൊണ്ടുവന്ന് ഫുള്ള് ഇതാണ് കേട്ടോ ഇവരുടെ മെയിൻ പരിപാടി. കാസിക്കാരുടെ ഞാൻ മനസ്സിലാക്കിയതാണ്, ഭൂരിഭാഗം ഞാൻ അങ്ങനെ കണ്ടതാണ്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി അവിടെ പോവുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ബ്രോ എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിതാണ്ട് അവിടെ പോവുകയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് തവണ വന്നപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചതാണ് കേട്ടോ. കണ്ടില്ലേ നല്ല തണുത്ത വെള്ളമാണ്. ഇന്ന് ആരും കുളിക്കാനില്ല. ഇന്ന് കുറച്ചും കൂടെ കള്ളം വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ചെളി വെള്ളം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. കണ്ടില്ലേ? ഓ ഇനി ഇത് ക്രോസ് ചെയ്യണമല്ലോ. ഇതെങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ക്രോസ് ചെയ്താൽ തിരിച്ച് വരാനാണ് കേട്ടോ എനിക്ക് പാട്. തിരിച്ച് ഞാൻ എങ്ങനെ കയറുമെന്നോ ക്രോസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ.
അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ, കാരണം ഇതിലേക്കൂടെ നമുക്ക് ചാടാൻ പറ്റും, തിരിച്ച് നമുക്ക് കയറാൻ വേണ്ടി പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് ചാടിയില്ല. അപ്പുറത്തുള്ള ഫോട്ടോ എൻ്റെ മിസ്സായി കേട്ടോ. അതുകൊണ്ടില്ലേ, ഇതാണ് നമ്മുടെ വാട്ടർഫാളിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ. നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വീഴുന്നത്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വെള്ളം വീഴുന്നത്. അത്യാവശ്യം ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ക്രിസ്റ്റൽ ക്ലിയറും കൂടെ ആയിരുന്നെങ്കിൽ കാണാൻ വേണ്ടി അതിലും ഭയങ്കര ഭംഗിയായിരുന്നു. അതിനെ കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ എത്തിയേനെ കേട്ടോ. ഇവിടെ ഇരുന്ന് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് ആൻറ്റിക്ക് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മുടെ തീരി ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവൻ ഫോട്ടോസൊക്കെ കുറേ എടുത്തു കേട്ടോ. ഇവൻ താഴേക്ക് ഇറങ്ങി പോയി ഫോട്ടോ എടുത്തു. ഇവൻ പ്ലാസ്റ്റിക്കൊക്കെ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞല്ലേ ബ്രോ? ഇവനെ വെള്ളത്തിൽ ചവിട്ടിയിട്ടാലാ? ഇവൻ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് എറിഞ്ഞു കേട്ടോ. ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവൻ മനഃപൂർവ്വം ദേഷ്യത്തിനെടുത്ത് എറിഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളത്തിൽ. കണ്ടില്ലേ, അവൻ കണ്ടില്ലേ? ഏയ് നോക്ക്, അവൻ വീണ്ടും അത് എറിഞ്ഞു ബ്രോ. അതാ കണ്ടില്ലേ, വീണ്ടും ആ പ്ലാസ്റ്റിക്കിനെ എടുത്ത് എറിഞ്ഞു. കണ്ടില്ലേ, ഇവൻ ഭയങ്കര കുണ്ടണിയാണ് കേട്ടോ, ഭയങ്കര കുണ്ടണിയാണ്. അപ്പോൾ ഇനി ഇതാ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും മാൻഡിയും നമ്മുടെ റമീസ് ബ്രോയും എല്ലാവരും ഫോട്ടോസ് എടുത്തു കേട്ടോ. നമ്മുടെ ഇപ്പം മാത്രം ഫോട്ടോ എടുത്തില്ല. ഇപ്പം ഫോട്ടോ ഒന്നും എടുക്കില്ല കേട്ടോ. ഇപ്പം ഫോട്ടോസൊന്നും എടുക്കാത്തതുകൊണ്ട് ഇവരെ ഫോട്ടോ എടുത്തില്ല. ബാക്കി നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇത് നമ്മൾ മുകളിലോട്ട് നമ്മുടെ ശബരിമല നടന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, ഇനി നമ്മളൊരു 10-20 മിനിറ്റ് നടന്നിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടി. ആൻറ്റി നമ്മുടെ സ്വന്തം ആളാണ് കേട്ടോ. ആൻറ്റി കണ്ടില്ലേ, നമ്മുടെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കൊള്ളാമെന്നുള്ള ആൻറ്റി പറയണേ. ഇത്തു അച്ചായേ ആൻറ്റി, ഇത്തു അച്ചായേ. ബ്രോ പറഞ്ഞു ബോട്ടിലുണ്ട്. സഫാ പാനി, നല്ല പാനി എന്നാണ് കേട്ടോ പറഞ്ഞത്. നല്ല വൃത്തിയുള്ള വെള്ളം എന്നാണ് പറഞ്ഞത്. മലമുകളില ഒരിക്കലും മേഘാലയയിലെ മലമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഡയറക്റ്റ് കുടിക്കരുത് കേട്ടോ. മിനറൽസ് കൂടുതലാണ്. വയറ്റിലിങ്ങനെ മറ്റേ വോമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ മുമ്പ് ആൻറ്റീൻ്റെ വീട്ടിലായിരുന്നപ്പോഴാണ് ഈ വെള്ളം കുറേ നാളുകൊണ്ട് കുടിച്ചു. അതായത് ട്രാവൽ ചെയ്തിട്ട് ലോക്ക്ഡൗൺ ആയപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിൽ പോയി. പിന്നീട് എൻ്റെ വയറ്റിൽ ഫുള്ള് മറ്റേ വോംസ് ആയി കേട്ടോ, പുഴുവായി. പിന്നീട് മരുന്ന് കഴിച്ചാണ് പോയത്. അപ്പോൾ നല്ല വിശപ്പൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. ഭയങ്കര വിശപ്പാണ് സംഭവം. നമ്മുടെ ആളുകൾ പറയാറില്ലേ, കൂടുതൽ കഴിക്കുന്നവരാ നിൻ്റെ വയറ്റിൽ എന്താ ബ്രോ? കൊക്കപ്പുഴു. ആ ഒരു സംഭവം ഞാൻ അപ്പോഴാണ് അനുഭവിച്ചത് കേട്ടോ. കൊക്കപ്പുഴു യഥാർത്ഥമാണ്. അപ്പോൾ നമ്മൾ നടന്നതാ അവസാനം മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൻറ്റി തളർന്ന് പാവം കേട്ടോ, തളർന്ന് അവശരായി. കണ്ടില്ലേ, നല്ലപോലെ തളർന്ന് ആവശ്യമായി കേട്ടോ. അവിടെ അടയ്ക്കാൻ പോയി ആൻറ്റീൻ്റെ നമ്മൾ ഇവിടെ നിന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ട് ഇനി മുകളിലോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ. ഓക്കെ കുപ്പിളേ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് നമ്മളാണ് കേട്ടോ കയറിയത്. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. മാന ഇരുട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-12 മിനിറ്റ് എടുക്കും കേട്ടോ. ഇനി അങ്ങ് പോകാൻ 10-12 അല്ല, ഒരു 15 മിനിറ്റ് ഏകദേശം എടുക്കുന്നത് അല്ലേ ബ്രോ? തളർന്നോ? 15 പോരാ. തളർന്നോ അല്ലേ? നല്ല എന്താ 1.5 കിലോമീറ്റർ ഉണ്ട്. അതും കുത്തനുള്ള കയറ്റമാണ് കേട്ടോ മുകളിലോട്ട്. ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ തൊട്ട് പുറകിലായിട്ട് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അവര് മുകളിലത്തുള്ള വില്ലേജിലെ ആൾക്കാരാണ് കേട്ടോ. അവര് താഴെ പോയിട്ട് മുകളിലോട്ട് കയറി വരുന്നതാണ് കേട്ടോ. ഹലോ കുംലോയ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വില്ലയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത വില്ലയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇരുട്ടായി. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇരുട്ടായിട്ട് ഇരിക്കുവാണ്. അവിടെ കുറേ പേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നു. പിന്നെ ഒരു വീട്ടിൽ അങ്ങ് കാണുന്ന ഒരു വീട്ടിൽ കുറേ പേര് നിന്ന് കുന്നിക്കൂനിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വണ്ടിയിൽ നേരെ കയറി വീട്ടിലോട്ട് പോവാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രോ എങ്ങനെയുണ്ട് ബ്രോ തണുപ്പ്? തണുപ്പായി വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? നമ്മുടെ ഷില്ലോങ്ങിനെയൊക്കെ കാട്ടി നല്ല തണുപ്പുണ്ട് കേട്ടോ. മൈറാങ്കിൽ നല്ല തണുപ്പാണ്. ഷില്ലോങ്ങൊന്നും ഒന്നുമല്ല. പിന്നെ സൊഹറ നമ്മുടെ ചിറാപൂഞ്ചിയിലും ഇത്രയും തണുപ്പില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നിർത്തി കേട്ടോ. നമ്മൾ മൈറാങ്ങിൽ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഇനി വീടെത്താൻ വേണ്ടി. ഇവിടെ ഒരു ചായക്കട പ്ലസ് ഒരു ചെറിയൊരു പ്രൊഫഷണൽ സ്റ്റോറാണ് കേട്ടോ. നമ്മുടെ ആൻറ്റി ഇത് വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മുടെ കൂവ ഉണ്ടല്ലോ, അതായത് നമ്മളെ പാക്കും വെറ്റയും അടയ്ക്കയും വെറ്റയും വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. കാരണം അത് കഴിക്കാതെ ഒരു സമയത്തും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വരുന്ന വഴിയിലെല്ലാം ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ കടയിലെല്ലാം തീർന്നു. അതുകൊണ്ട് ഈ കടയിൽ വന്ന് ഉടനെ നമ്മൾ വാങ്ങാൻ വേണ്ടി അതുകൊണ്ട് ആൻറ്റി അകത്ത് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഈ കടയിനകത്ത് ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചന എന്തോ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ പേരിന്ന് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം സാധനങ്ങളാണ് കേട്ടോ. പഴം, പിന്നെ ബാക്കി എല്ലാ ടൈപ്പ് പ്രൊഫഷണൽ സോഴ്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ.
നമ്മളിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലാൽ ചായ. പിന്നെ അതാണ്ട് ഇത് നമ്മുടെ ചനയാണ് കേട്ടോ, ചന. ആൻറ്റി ചനയിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ വാരി വെതറിയിട്ടിട്ടുണ്ട് കേട്ടോ, സ്പൈസി. കണ്ടില്ലേ, ഇത് ഇവിടുത്തെ മെയിൻ ആഹാരമാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് മേഘാലയയിലെ എല്ലാ കടകളിലും കാണാൻ പറ്റും. ഇവിടെ ബങ്കർ ക്രീം ബിസ്ക്കറ്റും ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ പൊരി കഴിക്കുന്നുണ്ട്, നമ്മുടെ ഗീരി പൊരി കഴിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് വന്നു ഞാനും റമീസ് ബ്രോയെ ഞാനും ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. നമ്മളിപ്പോ ആന്റിയുടെ വേറൊരു സ്ഥലത്ത് വന്ന കേട്ടോ. ഇവിടെയാണ് നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി. ഹായ് കുഞ്ഞോ, ഇവിടെ കണ്ടില്ലേതാ ഒരു അടിപൊളി ക്യൂട്ട് കൊച്ചൊക്കെ ഉണ്ട്. ഹായ് ഹായ്, നോക്ക് കൊച്ചിന്റെ മുഖം അടിപൊളി കേട്ടോ, ക്യൂട്ട്. ചുവന്നിരിക്കണം, നല്ല കറക്റ്റ് നമ്മുടെ മംഗോളിയെ കുറിച്ച് പറയാം. മംഗോളിയയിലെ കൊച്ചിനെ പോലെ ഇരിക്കുന്നു അല്ലേ, കണ്ടേ. ഹലോ കുഞ്ഞോ ഫിലോൺ. അപ്പൊ നമ്മളിവിടെ ഐ ആം ഫൈൻ. നമ്മൾ താണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ താഴെ വന്നതാണ് കേട്ടോ. നമ്മൾ ചായയൊക്കെ കുടിച്ചോണ്ട് ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വീട്ടിലോട്ടാവും. നമ്മളിതാ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലേ ബ്രോ? നമ്മൾ മിൽക്ക് ഷേക്ക് പഴവും ഇതും ഹോർലിക്സ് ഇട്ടതാ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മുടെ ചോറ്, പിന്നെ ആന്റി ഇവിടെ. ഓക്കെ ആന്റി. ഹലോ ആന്റി താണ്ടേ. ഗായ് ആന്റി, ഗായ് വിച്ച് മീറ്റ്? ഇത് നമ്മുടെ പശുവിന്റെ ഇറച്ചിയാണ് കേട്ടോ, പോത്തല്ല പശുവിന്റെ ഇറച്ചിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുന്നു, പിന്നെ കിടക്കുന്നു, ആ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചെറുതായിരുന്നു, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ ബൈ.